എന്താണെന്നറിയാമോ? നമ്മളൊരു മീഷോ ബാഗ് ഹോൾ വീഡിയോ ആയിട്ടോ ചെയ്യുന്നത്. ഇന്നത്തെ മീഷോ ഹോൾ വീഡിയോ എന്ന് പറയും, പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെറിയ ചലഞ്ച് പോലെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഞാനൊരു 2000 രൂപ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 2000 രൂപയ്ക്കുള്ളിൽ വരുന്ന ബാഗുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതായത് 2000 ഒരു ബാഗിന് 2000 രൂപയല്ല, 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് എത്ര ബാഗുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊരു 6 ബാഗുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് ബാഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റത്തെ ബാഗിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഒരു ഷോൾഡർ ബാഗാണ്. ഞാൻ നേരത്തെ ഇതെല്ലാം കൂടി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചു, ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ ലോങ് ആയിപ്പോ, ലെങ്ത് ആയിപ്പോ. ഇതിന്റെ താഴത്ത് വേസ്റ്റ് കുമ്പാരാണ്. മിക്കവാറും എന്നെ ഹോസ്റ്റലിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ ചാൻസ് ഉണ്ട്. എന്റെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടാവും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റത്തെ ബാഗ് എന്ന് പറയുന്നത് ഈ ഒരു ഷോൾഡർ ബാഗാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെക്ക് പാറ്റേൺ വന്നിട്ടുള്ള ഒരു ഷോൾഡർ ബാഗ്. ഇതിന്റെ റേറ്റ് വരുന്നത് 406 രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതിന്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 309 രൂപയാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെക്ക് പാറ്റേൺ വന്നിട്ടുള്ള ഒരു ബാഗാണ്. മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. അത് ഞാൻ ഇതിൽ 5ൽ 4.9 കൊടുക്കുന്നുണ്ട്. വള്ളിയൊക്കെ ആണെങ്കിലും നല്ല സേഫ് ആയിട്ടുള്ള ഒരു വള്ളിയായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് 2 കമ്പാർട്ട്മെന്റ് ആണ്. ഇതൊരു വലിയ മെയിൻ കമ്പാർട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ സൈഡിലായിട്ടും ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് കേട്ടോ. സിബൊക്കെ ഓക്കെയാണ്, പ്രശ്നമോ ഒന്നുമില്ല. അത്യാവശ്യം എന്നാലും നല്ല ലെങ്ത്തിലുള്ള ഒരു ചെറിയ പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഇതിന് സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് ഗം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തിനാണ് എനിക്ക് അറിയത്തില്ല. 4 സൈഡിലും ഉണ്ടായിരുന്നു. നമുക്കിത് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയായിട്ട് ഇവിടെ ഇത് കണ്ടില്ലേ, ഒരു സ്ക്രൂ ടൈപ്പ് സംഭവമൊക്കെ തന്നിട്ടുണ്ട്. അത് നമ്മൾ തന്നെ വെച്ച് കഴിഞ്ഞാലും ഗ്രിപ്പ് ചെയ്തില്ല, അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇത് സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ബാഗ് അടിപൊളി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഗ് എന്തായാലും മേടിക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് പർച്ചേസ് കേട്ടോ. ഈ ഒരു ബാഗിന് നിങ്ങൾ തന്നെ റേറ്റ് ഇട്ടോളൂ. അത്രയും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് ഓഫ് കോഴ്സ് എനിക്ക് ഓർമ്മയില്ല, സൈഡിലായിട്ട് കൊടുക്കാം. നല്ല ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു 3 ഷെയ്ഡുകൾ അവൈലബിൾ ആണ്. പിങ്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക്, വൈറ്റ് കേട്ടോ. ഇവിടെ ആയിട്ട് ചെറിയൊരു ഡിസൈൻ ഒക്കെ, ഇത് ഒരു ഗോൾഡൻ കളറിലൊരു ലോക്കറ്റ്, ഇതെന്താ പറയാ, ഒരു ഗോൾഡൻ കളർ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. സ്ലിങ് വരുന്നത് ഗോൾഡനിലാട്ടോ. നമുക്കിത് ഊരി മാറ്റാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സ്ലിങ് ആണ്. ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ ഇവിടെ ഊരാം. പിന്നെ ഒരു ചെയിനും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിനാകെ ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം വലിയ സൈസുള്ള ഒരു കമ്പാർട്ട്മെന്റ് ഒന്നും ഇല്ല. എന്നാലും നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങളുടെ ഫോണും എന്തെങ്കിലും കുറച്ച് ക്യാഷ് ഒക്കെ ക്യാരി ചെയ്യണമെങ്കിൽ ഈ ബാഗ് നല്ലതാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ളതാണ്. പ്രത്യേകിച്ച് സാരിക്കൊക്കെ പറ്റിയൊരു ബാഗാണിത്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ്. ഒരു ഷോൾഡർ ബാഗാണ്. ഇവിടെ ഒരു മയിൽപീലിയുടെ ഡിസൈൻ വരുന്ന കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഡിസൈൻ വന്നിട്ടുള്ള ഒരു ബാഗാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ടൈയും കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഓഫീസിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും മേടിക്കാൻ പറ്റുന്ന ഒരു ബാഗ് കേട്ടോ. ക്വാളിറ്റി വൈസിൽ ഇത് അടിപൊളിയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 276 ആട്ടോ വരുന്നത്. ഇതിന്റെ വേറൊരു മോഡലും കൂടെ അവൈലബിൾ ആണ്, കാണിച്ചു തരാം. ഇതാ ഈ ഒരു മോഡലും കൂടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അതിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. ഞാൻ മേടിച്ച 275-നാണെങ്കിൽ ഇപ്പോൾ 1 രൂപ കൂടിയിട്ടുണ്ട്. 2 മെയിൻ കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. കമ്പാർട്ട്മെന്റ് അത്യാവശ്യം നല്ല ഹ്യൂജ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ് കേട്ടോ. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു വലിയ കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. ഇവിടെ ഒരു സൈഡ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ബേക്കിലായിട്ടും ഒരു കമ്പാർട്ട്മെന്റ് കൂടെ വന്നിട്ടുണ്ട്. സിബൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല സിബൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് മേടിക്കേണ്ടവർക്ക് എന്തായാലും മേടിക്കാം. കാരണം ക്വാളിറ്റി വൈസിൽ ഇത് ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ ഒരു റേറ്റിന് ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടി റേറ്റ് നമുക്ക് കണ്ടാൽ തോന്നിക്കും. നല്ല അത്യാവശ്യം ക്ലാസി ലുക്ക് ആയിട്ടുള്ള ഒരു ബാഗാണ്. നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഒരു ഷോൾഡർ ബാഗാട്ടോ. ഇതിനകത്ത് ഒരുപാട് എഴുത്തുകളുണ്ട്. നിങ്ങൾ കണ്ടോ, ഇവിടെ ഗുഡ് ഉണ്ട്, ഓക്കെ ഉണ്ട്, ലവ് ഉണ്ട്, കൂൾ, ഗുഡ് ലക്ക്, സ്റ്റേ പോസിറ്റീവ്, ഓ മൈ ഗോഡ്, കൂൾ, വിൻ, അങ്ങനെ ഒരുപാട് എഴുത്തുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു ബാഗ് കിട്ടിയപ്പോൾ എൻ്റെ തലയുടെ കിടുങ്ങാമണി തെറിച്ചു പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചവരെന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കുന്ന. സാധാരണഗതി നമുക്കൊരു സിബ് വരിക ഇവിടെയല്ലേ. ഞാൻ വിചാരിച്ചതിന് സിബ് ഇല്ലാന്ന് കേട്ടോ. ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇത് അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊന്ന് ക്യാരി ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം വലിയൊരു കമ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇതൊരു വലിയ എന്താ പറയുക ബാക്ക് പാക്ക് ഒന്നും അല്ല കേട്ടോ. ചെറിയൊരു ബാക്ക് പാക്ക്. നമ്മൾ ഇവിടെയൊക്കെ പെട്ടെന്ന് പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ചെറിയ ബാക്ക് പാക്കാണ്. സ്റ്റൈലും ബാക്ക് പാക്ക്. ഇതിന്റെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു ഇതിന്റെ ഒരു സിബ് കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ല വലിയ ഒരു കമ്പാർട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ വേറെ കമ്പാർട്ട്മെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ സ്ലിംഗ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള സ്ലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ അവർ ഈ ഒരു സിൽവർ ഇതിന്റെ ആ ഒരു
അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോർഷൻ അവർ നല്ലോണം തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. തുരുമ്പ് പിടിക്കാണ്ടിരിക്കാനായിരിക്കാം നല്ലോണം തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ബാഗ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി വൈസിൽ ഇത് അടിപൊളിയാണ്. റേറ്റും നമുക്ക് 300ന്റെ ഉള്ളിൽ അങ്ങാണ്ടായിരുന്നു ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. റേറ്റ് ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. ഇത് ഇട്ടിട്ടുള്ള പിക്കുകൾ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ പറയണം ഇതിൽ ഏത് ബാഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നെക്സ്റ്റ് ഈ ഒരു സ്ലിംഗ് ബാഗാണ്. ഇത് ഞാൻ മേടിച്ചത് 280 സംതിങ് ആയിരുന്നു. ഇപ്പൊ ഇതിന്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ മേടിച്ച ബാഗുകളുടെ എല്ലാ റേറ്റ് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബാഗ് കാണാൻ നല്ല റിച്ച് ലുക്കുള്ള ഒരു ബാഗാണ്. നമുക്കൊരു കുർത്തയുടെ കൂട്ടത്തിലൊക്കെ ഇടാൻ പറ്റും. എക്സ്പെഷ്യലി ബ്ലാക്ക് കുർത്തയുടെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവത്തില്ല. ഈ 2 സ്ലിങ് ഇതിന്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ലിങ് ആണ്. നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാനൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ്. ഇതിന് വരുന്നത് മൊത്തത്തിൽ 3 കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈ ഒരു കമ്പാർട്ട്മെന്റ്, സെക്കൻഡ് വൺ ഈ ഒരു കമ്പാർട്ട്മെന്റ്. സിബൊക്കെ ഒക്കെയാണ്, ഞാൻ തുറന്നു നോക്കിയതാണ്. ഇത് 2 ദിവസമായി വന്നിട്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു പോക്കറ്റ്, മണി പോക്കറ്റും കൂടെ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ബാഗ് കാണാൻ നല്ല ലുക്ക് ആയതുകൊണ്ടാണ് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പല കളർ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സ്ലിംഗ് ആണ് അതിന്റെ പ്രോബ്ലം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു സ്ലിംഗ് ആണ്. നമുക്കത് ഇത്രയും വലിയൊരു കമ്പാർട്ട്മെന്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു വള്ളിക്ക് ഇല്ല എന്നുള്ളതാണ്. പിന്നെ പോരാത്തതിന് ഇതിന്റെ ഇത് കണ്ടോ, ഇവിടെ ഓൾറെഡി സ്റ്റിച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ഒരു പോക്കറ്റ് വരേണ്ടത് നമ്മുടെ ഫ്രണ്ടിലായിട്ടാണ്, പക്ഷെ ഇത് വന്നിട്ടുള്ളത് ബേക്കിലായിട്ടാണ്. ഇനി വേറൊരു പ്രശ്നം, ഇതായിട്ടൊക്കെ കുറച്ച് എൻ്റെ കളറൊക്കെ മങ്ങിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട്. സോ ഇത് ഞാൻ എന്തായാലും റിട്ടേൺ അടിക്കുകയാണ്, കാരണം നമുക്ക് ഇതുകൊണ്ട് യൂസ് ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബാഗ്. ഇത് ഞാനൊരു ഷോപ്പിൽ ഇതിന്റെ ഒരു റേറ്റ് ചോദിച്ചപ്പോൾ 400 രൂപയായിട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇത് എനിക്ക് മീഷോയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 277 രൂപയ്ക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ്. ഇവിടെ ആയിട്ട് ഏഞ്ചൽ ക്യൂ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു എഴുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു സ്ലിങ്ങിനുള്ള സെയിം ഒരു വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ചെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്കും ഒരു ടാൻ കളർ ആണെന്ന് പറയുക. എനിക്കിത് കാപ്പി കളറാട്ടോ, ഒരു കാപ്പി കളറുള്ളത്. പിന്നെ 2 മെയിൻ കമ്പാർട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഗോൾഡൻ കളർ സിബാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് കളറൊന്നും പോകുന്ന ടൈപ്പ് സിബൊന്നും അല്ല. ഇത്രയും സ്ഥലമുണ്ട്, സ്പേസ് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും കണ്ടില്ല, അത്യാവശ്യം സ്പേസ് ഉണ്ട്. സൈഡിലായിട്ട് ഒരു ചെറിയ കമ്പാർട്ട്മെന്റും കൂടെ ഉണ്ട്. പിന്നെ ഇതിലൊരു മണി പോക്കറ്റും കൂടെ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കോയിൻ പൗച്ച് എന്നല്ല ഇത് പറയാം, ഒരു കോയിൻ പൗച്ചും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇതിന് മുന്നേ കാണിച്ച ബാഗിനകത്തും ഉണ്ടായിരുന്നു. സ്ലിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് ബാഗാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം മൊത്തം നമ്മൾ 6 ബാഗുകൾ നിങ്ങളെ കാണിച്ചു തന്നു. അതായത് 2000ന്റെ ഉള്ളിൽ 6 ബാഗുകൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിലുള്ള റേറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. മൊത്തം നമുക്ക് എത്ര രൂപയായി നോക്കാം. അപ്പൊ ഇത് പോണക്കത്തെ ചലഞ്ച് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം കേട്ടോ. ഇതിൽ ഏത് ബാഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളതും കൂടെ കമന്റ് ചെയ്യുക. അപ്പൊ ഇത് പോണക്കത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, എന്നാലേ നമുക്ക് കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ശരി കേട്ടോ, ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.